ഒഡീഷയിൽ അന്യായമായി വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തെന്ന വ്യാപക പരാതി SIRന് മുൻപുള്ള ഇലക്ടറൽ മാപ്പിംഗിലാണ് 9.8 ലക്ഷം വോട്ടർമാരുടെ പേര് ഒഴിവാക്കപ്പെട്ടത്. കർശന പരിശോധനയ്ക്ക് ചീഫ് ഇലക്ടറൽ ഓഫീസർ ഉത്തരവിട്ടിട്ടുണ്ട്. അർജുൻ പീതാംബരൻ ഡൽഹിയിൽ നിന്ന് ഒരിക്കൽ കൂടി ചേരുന്നു. അർജുൻ, SIRുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടികളുമായി ബന്ധപ്പെട്ടൊക്കെ പലയിടങ്ങളിൽ നിന്നും നേരത്തെ ആക്ഷേപങ്ങൾ വന്നതാണ്. ഇതിപ്പോൾ ഒഡീഷയിൽ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഇത്രമാത്രം ആളുകളുടെ പേരുകൾ നീക്കം ചെയ്യപ്പെട്ടത്? അതിൽ എന്തെങ്കിലും വിശദീകരണം, കാരണങ്ങൾ അറിയുന്നുണ്ടോ? ക്രിസ്റ്റീന, കഴിഞ്ഞ 2 മാസം, അതായത് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ഇലക്ട്രൽ മാപ്പിംഗ് ഒഡീഷയിൽ നടത്തിയത്. ആ സമയത്തൊക്കെ തന്നെ ഫീൽഡ് വെരിഫിക്കേഷൻ കൃത്യമായി നടത്തിയില്ല എന്നുള്ളൊരു കണ്ടെത്തലാണ് ഇപ്പോൾ സംസ്ഥാനത്തെ ഈ ചീഫ് ഇലക്ടറൽ ഓഫീസിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് കർശനമായിട്ടുള്ള പരിശോധന നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൂടി ഇട്ടിരിക്കുന്നത്. ഈ ഇലക്ട്രൽ മാപ്പിംഗ് പ്രക്രിയ സമയത്ത് ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറുകൾ വീടുകൾ തോറും കയറി ഇറങ്ങി ഈ കൃത്യമായിട്ടുള്ള ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിയിട്ടില്ല എന്നുള്ള ഒരു കണ്ടെത്തൽ നടത്തിയിരുന്നത്. അതിന് പിന്നാലെയാണ് വ്യാപകമായി 9.8 ലക്ഷം വോട്ടർമാരുടെ പേരുകൾ അന്യായമായി വോട്ടർ പട്ടികയിൽ നിന്നും വെട്ടി നീക്കി എന്നുള്ള പരാതികൾ ഉയർന്നത്. മാത്രമല്ല, സിഇഒയുടെ ഓഫീസിൽ ഏകദേശം 2.5 ലക്ഷം ഫോം 2 ആപ്ലിക്കേഷനുകളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത്. ഇതെല്ലാം തന്നെ പരിശോധിക്കണം. എന്തായാലും ഈ ഏപ്രിൽ മാസം മുഴുവനും ഇത്തരത്തിൽ കൂടുതൽ പരിശോധനകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിലേക്ക് സിഇഒ പോയിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്നുള്ളൊരു പ്രഖ്യാപനം കൂടി ഇപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുമുണ്ട്. അതിൽ കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ്. ആദ്യഘട്ടത്തിൽ മനസ്സിലാകുന്നത് ഈ മരിച്ചവരുടെയും അതുപോലെ തന്നെ സ്ഥിരമായി മാറിപ്പോകുന്നവരുടെയും എല്ലാം തന്നെ പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും വോട്ടർമാരുടെ സാന്നിധ്യമുള്ള ഇടത്ത് പോലും അവർ മരിച്ചുപോയെന്നും അതുപോലെ തന്നെ സ്ഥലം മാറി മറ്റിടത്തേക്ക് പോയി എന്നെല്ലാം തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം തന്നെ കൃത്യമായ ഫീൽഡ് വെരിഫിക്കേഷന്റെ അഭാവമാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കർശനമായി പരിശോധന നടത്തി അന്തിമ പട്ടിക പുറത്തിറക്കിയാൽ മതി എന്നുള്ളൊരു ഉത്തരവാണ് ഇപ്പോൾ സിഇഒ പുറത്തിറക്കിയിരിക്കുന്നത് ഒഡീഷയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.